കെപിസിസിയുടെ താൽക്കാലിക അധ്യക്ഷനായി സീനിയർ വൈസ് പ്രസിഡന്റ് എം ഹസൻ ചുമതലയേറ്റു. പട്ടാഭിഷേക ചടങ്ങ് കഴിഞ്ഞ ദിവസം നടന്നു. എന്തിനായിരുന്നു സുധീരൻ്റെ രാജിയും താൽക്കാലിക അധ്യക്ഷൻ്റെ പട്ടാഭിഷേകവും എന്നു മാത്രം ഇതുവരെ ആർക്കും മനസ്സിലായിട്ടില്ല. മാത്രമല്ല, ഇത് താൽക്കാലിക സംവിധാനമാണെന്നും സ്ഥിരം പ്രസിഡന്റ് പിന്നാലെ വരുമെന്നുമുള്ള അനിശ്ചിതത്വം നിലനിൽക്കുന്നതിനിടെയായിരുന്നു പട്ടാഭിഷേകം. കൂടുക്കയും കൊണ്ടാടും പണ്ടാരക്കെട്ടും വായാടിപ്പൊട്ടത്ത പെണ്ണും കൂടെയൊരു പൂവാലൻ പൂവൻ താറാവും പൂത്തരങ്ങിൽ കിണ്ണം കൊട്ടും മിണ്ടാട്ടപ്പാട്ടും. പാർട്ടിയിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ അന്യനായി മാറിയതിനെ തുടർന്ന് അധികകാലം തുടരാൻ കഴിയില്ലെന്നറിഞ്ഞിട്ടാണ് സ്വരം നന്നായിരിക്കുമ്പോൾ തന്നെ സുധീരൻ ജി സ്ഥാനമൊഴിഞ്ഞത്. ഗ്രൂപ്പല്ല വലുത്, പാർട്ടിയാണ് എന്ന് ഓർമ്മപ്പെടുത്തേണ്ടവരെ ഓർമ്മപ്പെടുത്തിയാണ് സുധീരൻ ചുമതല കൈമാറിയത്. ഗ്രൂപ്പ് അതിപ്രസരമില്ലാതെ പാർട്ടിയാണ് വലുത്, ഗ്രൂപ്പുകളല്ല, പാർട്ടിയാണ് പ്രാധാന്യം. ആ ഒരു അടിസ്ഥാന തത്വത്തിൽ നിന്നുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കൂടുതൽ ശക്തമാക്കാൻ ആ ഒരു അനുഭവ സമ്പത്ത് അദ്ദേഹത്തിനും പ്രവർത്തനങ്ങൾ മുന്നോട്ട് നീക്കുന്നതിന് വളരെ സഹായകരമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് എനിക്ക് വേണ്ടി രമണൻ ഗോദായിലേക്ക് ഇറങ്ങുന്നതാണ്. എല്ലാ തരത്തിലുള്ള വിഭാഗീയതകൾക്കുമെതിരായി പാർട്ടിയെ ഐക്യത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോവുക എന്ന ദൗത്യവും കോൺഗ്രസ് ഹൈക്കമാൻഡ് എന്നിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇതോടെ സുധീരൻ ജി ഒന്ന് ഫ്രീ ആയി. കഴിഞ്ഞ 3 വർഷക്കാലത്തെ പൊല്ലാപ്പെല്ലാം ഒഴിഞ്ഞു. സത്യത്തിൽ സുധീരൻ ജിയുടെ സ്ഥാനമൊഴിയലിനെ രഹസ്യമായി ഗ്രൂപ്പ് നേതാക്കളും അങ്ങനെ തന്നെയാണ് കരുതുന്നത്. ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്, ഇപ്പോൾ ഞാൻ കൂടുതൽ സ്വതന്ത്രനായി. ശരിക്കും പറഞ്ഞാൽ വളരെ ഇടക്കാലത്തെ ഒരു 3 കൊല്ലത്തെ ഇടവേളയ്ക്ക് ശേഷം പരിപൂർണ സ്വതന്ത്രനായി. ഈ ചില മാധ്യമങ്ങളിലൊക്കെ ചില വാർത്ത വരുന്നുണ്ട്, നമുക്കെന്തോ ശ്വാസം മുട്ടി ഇറങ്ങി പോകുന്നതല്ല. ഏറ്റവും നല്ല കാലഘട്ടമാണ്. മറ്റ് പ്രചരണങ്ങളിലൊന്നും യാതൊരു കാര്യമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തുറന്നു പറയുന്ന രീതിയാണ് എനിക്കുള്ളത്. പറയാനില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ പറയാതിരിക്കുന്നത്. പാവം, അയാൾ കരഞ്ഞുകൊണ്ടാ പോകുന്നത്. അവൻ കരയണം, എന്നാലേ അവനൊക്കെ പഠിക്കൂ. പൊട്ടനും പോയി, മണ്ടനും പോയി, പോട്ടും കിട്ടി. ഇതോടെ ഇന്നത്തെ വക്രദൃഷ്ടി സമാപിക്കുന്നു. വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.